The E-Myth Revisited: Why Most Small Businesses Don't Work and What to Do About It എന്ന മൈക്കൽ ഇ. ഗർബർ എഴുതിയ പുസ്തകത്തിന്റെ ഒരു സമഗ്രമായ അവലോകനം, ചെറുകിട ബിസിനസ്സുകളെ സംബന്ധിച്ച ധാരണകൾ നമുക്ക് വളരെയധികം തെറ്റിദ്ധാരണകളെ ഉൾക്കൊള്ളുന്നവയാണെന്ന് ദി E-Myth Revisited വിശദീകരിക്കുന്നു. E-Myth എന്നതിന്റെ പൂർണ്ണരൂപം എൻട്രപ്രന്യൂറിയൽ മൈത്ത് ആണ്. ഗർബർ ചൂണ്ടിക്കാണിക്കുന്നത്, സംരംഭകർ എന്ന് കരുതുന്നവരിൽ കൂടുതലും യഥാർത്ഥത്തിൽ സംരംഭകർ അല്ല, മറിച്ച് അവർ ടെക്നീഷ്യന്മാരാണ്, അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക സാങ്കേതിക കഴിവുള്ളവരാണ്, എന്നാൽ അവരുടെ ബിസിനസ് ഓടിക്കാൻ ആവശ്യമായ മാനേജീരിയൽ അല്ലെങ്കിൽ സംഭവ കഴിവുകൾ ഇല്ല. പുസ്തകം 3 പ്രധാന വേഷങ്ങൾ പ്രദർശിപ്പിക്കുന്ന കഥാപാത്രങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്: സംരംഭകൻ, മാനേജർ, ടെക്നീഷ്യൻ. ഈ 3 വേഷങ്ങളും ഒരേ സമയം ഒരാളിൽ സംയോജിപ്പിക്കാനാണ് സാധാരണ ശ്രമം, എന്നാൽ ഇതിന്റെ പ്രശ്നങ്ങൾ പല ചെറുകിട ബിസിനസ്സുകളെയും പരാജയത്തിലേക്ക് നയിക്കുന്നു. പഴയ രീതിയിലുള്ള ബിസിനസ് മോഡലുകൾ മാറ്റി നിർമ്മിക്കുന്നതിന്റെ പ്രാധാന്യം പുസ്തകത്തിന്റെ മറ്റൊരു മുഖ്യ സന്ദേശമാണ്. വ്യക്തിപരമായ സേവനങ്ങൾ മാത്രം ആശ്രയിക്കുന്ന ഒരു ബിസിനസ് പുനരാവർത്തന യോഗ്യമായ സിസ്റ്റമാറ്റിക് മോഡലിലേക്ക് മാറിയാൽ മാത്രമേ വിജയത്തിനായുള്ള ഉറച്ച പാത ഉണ്ടാവൂ. ഇത് സംരംഭകരുടെ സമയം വീണ്ടെടുക്കുകയും ബിസിനസിന്റെ വളർച്ചയ്ക്ക് കൂടുതൽ സാധ്യതകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. കഥാനായകനായ സാറ എന്നൊരു ബിസിനസ് ഉടമയുടെ ഉദാഹരണം ഉപയോഗിച്ച് ഗർബർ ഈ ആശയങ്ങളെ വ്യക്തമായി വിശദീകരിക്കുന്നു. സാറായുടെ ജീവിത അനുഭവങ്ങൾ വഴിയാണ് ടെക്നീഷ്യൻ സമീപനം എങ്ങനെ ബിസിനസിന്റെ വളർച്ച തടയുന്നുവെന്നും സംഭവമാവത്തിലേക്ക് മാറുമ്പോൾ ബിസിനസ് എങ്ങനെ വികസിക്കുമെന്നും അദ്ദേഹം കാണിക്കുന്നു. ദി E-Myth Revisited ചെറുകിട ബിസിനസ് ഉടമകൾക്കും സംരംഭകരാകാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു മാനദണ്ഡമായി പ്രവർത്തിക്കുന്ന പുസ്തകമാണ്. വാതിലുകൾ തട്ടുന്ന പണിമുടക്കും വളർച്ചാ സാധ്യതകൾ തടയുന്ന ശീലങ്ങൾ മാറ്റാനും വിജയകരമായ സിസ്റ്റങ്ങൾ നിർമ്മിക്കാനും ഇതിന്റെ മാർഗനിർദ്ദേശങ്ങൾ സഹായകരമാണ്. ദി E-Myth Revisited: Why Most Small Businesses Don't Work and What to Do About It എന്ന മൈക്കൽ ഇ. ഗർബർ എഴുതിയ പുസ്തകത്തിൽ ആകെ 19 അധ്യായങ്ങൾ ഉണ്ട്. ഇവയെല്ലാം താഴെ പറയുന്നവയാണ്: 1. സംരംഭമിത്ത്, ദി എൻട്രപ്രന്യൂറിയൽ മൈത്ത്. 2. ചെറുകിട ബിസിനസിന്റെ പൊരുത്തക്കേടുകൾ, ദി ടേൺകി റിവല്യൂഷൻ. 3. എല്ലാം ഒരുമിച്ചുള്ള പ്രതിസന്ധി, ദി എൻട്രപ്രന്യൂർ, ദി മാനേജർ ആൻഡ് ദി ടെക്നീഷ്യൻ. 4. ജീവിതചക്രങ്ങൾ, ഒരു ബിസിനസ് എങ്ങനെ വളരുന്നു. ഇൻഫാൻസി, ദി ടെക്നീഷ്യൻസ് ഫേസ്. 5. ഒരിടത്ത് നിലച്ചപ്പോൾ, അഡോളസൻസ്, ഗെറ്റിംഗ് സം ഹെൽപ്പ്. 6. പുനഃസ്ഥാപനം, ഒരു ദീർഘകാല ദൃഷ്ടികോണം, മെച്യൂരിറ്റി ഇൻ ദി എൻട്രപ്രന്യൂറിയൽ പെർസ്പെക്റ്റീവ്. 7. ബിസിനസ് സിസ്റ്റം, യുവർ ബിസിനസ് മോഡൽ. 8. പുതിയ ചില ചിന്തകൾ, ദി ബിസിനസ് ഡെവലപ്മെന്റ് പ്രോസസ്. 9. നിങ്ങൾക്കുള്ള പ്രാഥമിക രേഖ, യുവർ പ്രൈമറി എയിം. 10. ബിസിനസ് ലക്ഷ്യം, യുവർ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്. 11. ബിസിനസ് മോഡൽ നിർമ്മാണം, യുവർ ഓർഗനൈസേഷണൽ സ്ട്രാറ്റജി. 12. കസ്റ്റമർ അനുഭവം, യുവർ മാനേജ്മെന്റ് സ്ട്രാറ്റജി. 13. ആളുകൾ കേന്ദ്രീകരിച്ച മാർഗങ്ങൾ, യുവർ പീപ്പിൾ സ്ട്രാറ്റജി. 14. മാർക്കറ്റിംഗ് വഴി വളർച്ച, യുവർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. 15. സംവിധാനങ്ങളുടെ ശക്തി, യുവർ സിസ്റ്റം സ്ട്രാറ്റജി. 16. സംയോജനം, എല്ലാം ഒന്നായി പ്രവർത്തിക്കുന്നു, എ ലെറ്റർ ടു സാറ. 17. സംരംഭ ചിന്തയുടെ പുതിയ വഴികൾ, ബ്രിങ്ങിങ് ദി ഡ്രീം ബാക്ക് ടു അമേരിക്കൻ സ്മോൾ ബിസിനസ്. 18. ബിസിനസിന്റെ താളം കണ്ടെത്തൽ, 19. ഒരു പുതിയ ദൃശ്യമാന്ദ്യം, ഈ അധ്യായങ്ങൾ ബിസിനസ് മാനേജ്മെന്റിന്റെ വിവിധ ഘട്ടങ്ങളും സംവിധാനങ്ങളും വിശദീകരിക്കുന്നു. അത് ബിസിനസ് ഉടമകൾക്ക് ഒരു ദീർഘകാല വിജയത്തിലേക്ക് നയിക്കുന്ന പ്രായോഗിക മാർഗങ്ങൾ നൽകുന്നു. ചാപ്റ്റർ 1: ദി എൻട്രപ്രന്യൂറിയൽ മൈത്ത്. ദി E-Myth Revisited എന്ന പുസ്തകത്തിന്റെ ആദ്യ അധ്യായമായ ദി എൻട്രപ്രന്യൂറിയൽ മൈത്ത്, ഉദ്യമകഥനകം, ചെറുകിട ബിസിനസ്സുകളെ സംബന്ധിച്ച ഒരു വലിയ തെറ്റിദ്ധാരണയെക്കുറിച്ച് പരിശോധിക്കുന്നു. മൈക്കൽ ഇ. ഗർബർ ഈ E-Myth എന്ന ആശയം അവതരിപ്പിക്കുന്നത് ചെറുകിട ബിസിനസ്സുകളുടെ പരാജയങ്ങൾക്ക് പുറകിലുള്ള പ്രധാന കാരണം തിരിച്ചറിയുന്നതിനായാണ്. സാധാരണയായി ചെറുകിട ബിസിനസ് ഉടമകൾ സംരംഭകർ, എൻട്രപ്രന്യൂഴ്സ് ആണെന്ന് നാം കരുതുന്നു. എന്നാൽ ഗർബർ അഭിപ്രായപ്പെടുന്നത് ഇവരിൽ കൂടുതലും സംരംഭകരല്ല, പകരം അവർ ടെക്നീഷ്യൻസ് ആണ്, അതായത് ഏതെങ്കിലും പ്രത്യേക സാങ്കേതിക കഴിവുള്ള ആളുകൾ. ടെക്നീഷ്യന്മാർക്ക് അവരുടെ കഴിവിൽ വിശ്വാസമുണ്ട്. എന്നാൽ ബിസിനസ് നടത്തുന്നതിനും മാനേജ്മെന്റിനും ആവശ്യമായ ശരിയായ ദിശാനിർദ്ദേശങ്ങൾ ഇല്ല. E-Myth പറയുന്നത് ഒരു വ്യക്തി ഒരു ബിസിനസ് തുടങ്ങുന്നത് അവൾ പ്രിയമുള്ള ഒന്നിൽ കഴിവുള്ളതിനാലാണ് എന്ന വിശ്വാസമാണ്. ഒരു പാചക വിദഗ്ധൻ മികച്ചൊരു കഫേ തുടങ്ങും, ഒരു പ്രോഗ്രാമർ സോഫ്റ്റ്വെയർ കമ്പനി ആരംഭിക്കും, ഒരു മെക്കാനിക്ക് ഒരു ഓട്ടോ ഗാരേജ് തുടങ്ങും. എന്നാൽ അവരുടെ സാങ്കേതിക വിദ്യകളിൽ അവർ എത്ര പ്രാവീണ്യമുണ്ടായാലും ബിസിനസ് നടത്താനാവശ്യമായ സംരംഭകമനോഭാവവും മാനേജീരിയൽ കഴിവും ഇല്ലാത്തതിനാൽ അധികകാലം അവരുടെ ബിസിനസ് നിലനിർത്താൻ സാധിക്കില്ല.
ഗർബർ ഇത് വിശദീകരിക്കാൻ 3 വ്യക്തിത്വങ്ങളായി സംരംഭകനെ വിഭജിക്കുന്നു. 1. എന്റർപ്രനിയർ, ഉദ്യമശീലി, ഭാവിയിലെ സാധ്യതകൾ കാണുന്ന സ്വപ്നദർശിയാണ്. 2. മാനേജർ, സംയോജകൻ, ക്രമവും നിയന്ത്രണവും ഉറപ്പാക്കുന്ന വ്യക്തിയാണ്. 3. ടെക്നീഷ്യൻ, സാങ്കേതിക വിദഗ്ധൻ, ദിവസംപ്രതി പ്രവർത്തനങ്ങൾക്ക് പണിയെടുക്കുന്നവൻ. ഈ 3 വേഷങ്ങൾ ഒരാൾക്കുള്ളിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉദ്ഭവിക്കുന്നു. ടെക്നീഷ്യൻ മുൻകൈയെടുക്കുമ്പോൾ ബിസിനസ് നടത്തുന്നതിനേക്കാൾ ജോലി ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇതുകൊണ്ട് തന്നെയാണ് പല ചെറുകിട ബിസിനസ്സുകളും സംരംഭകരുടെ സ്വപ്നങ്ങൾ സാധ്യമാക്കാൻ പരാജയപ്പെടുന്നത്. അധ്യായം 2. ദ ടേൺകി റിവല്യൂഷൻ. ദ ടേൺകി റിവല്യൂഷൻ എന്ന അധ്യായത്തിൽ മൈക്കൽ ഇ. ഗർബർ ചെറുകിട ബിസിനസ്സുകളുടെ നടത്തിപ്പിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ ഒരു പ്രബലമായ ആശയത്തെ പരിചയപ്പെടുത്തുന്നു. ടേൺകി മോഡൽ എന്നത് ഒരു ബിസിനസ് ശരിയായി സ്ഥാപിച്ച് അതിൻ്റെ എല്ലാ ഘടകങ്ങളും സമ്പൂർണ്ണമായി പ്രവർത്തനക്ഷമമാക്കി മറ്റൊരു വ്യക്തിക്ക് അതിൻ്റെ പ്രവർത്തനം എളുപ്പത്തിൽ കൈമാറാൻ കഴിയുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്യുന്നത്. ഈ ആശയം ഫ്രാഞ്ചൈസ് മോഡലുകളുടെ വളർച്ചയിലും വിജയത്തിലും ഒരു പ്രധാന ഘടകമായി മാറി. ഗർബർ ഇതിൻ്റെ ഉദാഹരണമായി കമ്പ്യൂട്ടർ പോലെയുള്ള ലോകപ്രശസ്തമായ ഫാസ്റ്റ് ഫുഡ് ചെയിനുകൾക്കു നൽകിയ ശ്രദ്ധ പ്രധാന ഉദാഹരണം നൽകുന്നു. കമ്പ്യൂട്ടർ സ്ഥാപകനായ റേ ക്രോക്ക് ഈ മോഡലിൻ്റെ പ്രായോഗിക ഉപയോഗം സംരംഭക ലോകത്തിനു മുന്നിൽ ആവിഷ്കരിച്ചിരുന്നു. ഒരു വ്യക്തി ഒരു കമ്പ്യൂട്ടർ ഔട്ട്ലെറ്റിൻ്റെ ഉടമയായി മാറുമ്പോൾ അവർക്കു ജോലി ആരംഭിക്കാൻ മുൻപ് തന്നെ ഓരോ ഘടകവും കൃത്യമായി നിർവചിച്ച് സജ്ജീകരിച്ചിരിക്കുന്നു. ഇത് ഫ്രാഞ്ചൈസികൾക്ക് ഒരു ഏകീകൃത ശൈലിയിൽ പ്രവർത്തിക്കാനും സംരംഭകരുടെ നേരിട്ടുള്ള ഇടപെടൽ കൂടാതെ തന്നെ മിനിമൽ തെറ്റുകൾ കൊണ്ട് വിജയകരമായി വളരാനുമുള്ള പ്രാപ്തി സൃഷ്ടിക്കുന്നു. ഈ ടേൺകി മോഡലിൽ ഒരു ബിസിനസ് സിസ്റ്റങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും മുൻഗണന നൽകുന്നതാണ്. ഇത് ബിസിനസിന്റെ പ്രവർത്തനത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികളുടെ കഴിവിൽ മാത്രമല്ല, മറിച്ച് സ്ഥിരതയുള്ള സിസ്റ്റങ്ങൾക്കും അടിസ്ഥാനത്തിനും ചിന്തിച്ചു മാറ്റം നൽകുന്നു. ഇതിലൂടെ ഗർബർ ഓർക്കിക്കുന്നു, ഒരു ബിസിനസ് ഉടമയുടെ പ്രധാന ദൗത്യം അവരുടെ ബിസിനസ് സിസ്റ്റങ്ങൾ സങ്കീർണതകളിൽ നിന്നും ഹാർമോണിയസ് പ്രവർത്തനത്തിലേക്കുള്ള പ്രക്രിയയിൽ മാറ്റുകയാണ്. ദ ടേൺകി റിവല്യൂഷൻ അധ്യായം ചെറുകിട ബിസിനസ് ഉടമകൾക്ക് അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്ന് നേരത്തെ മാറി ബിസിനസ് വളർത്താൻ ആസൂത്രിതമായ മാർഗങ്ങൾ കണ്ടെത്താൻ പ്രചോദനം നൽകുന്നു. ഈ ആശയം ബിസിനസ് പ്രവർത്തനങ്ങൾ അത്യുത്തമമായി നടത്തുന്നതിനും ഇത്രയും തിയറിയടിസ്ഥാനത്തിൽ മാത്രമല്ല, പ്രായോഗികമായി പ്രയോഗിക്കാൻ കഴിയുന്ന മാർഗങ്ങളായും കാണുന്നു. ടേൺകി റിവല്യൂഷൻ ബിസിനസിന്റെ വളർച്ചയും സ്ഥിരതയും ഉറപ്പാക്കുന്ന പ്രധാന ആശയമായി ഈ അധ്യായം അവതരിപ്പിക്കുന്നു. മൈക്കൽ ഇ. ഗർബറിന്റെ ദി മിത്ത് റിവിസിറ്റഡ്, വൈ മോസ്റ്റ് സ്മോൾ ബിസിനസ്സസ് ഡോണ്ട് വർക്ക് ആൻഡ് വാട്ട് ടു ഡു അബൌട്ട് ഇറ്റ് എന്ന പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായമായ ദ ഫ്രാഞ്ചൈസ് പ്രോജക്റ്റിന്റെ വിശദീകരണം താഴെ കൊടുക്കുന്നു. ഈ അധ്യായത്തിൽ ഗർബർ ഒരു വിജയകരമായ ബിസിനസ് പരിരക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു, അതായത് ഫ്രാഞ്ചൈസ് മോഡൽ. അദ്ദേഹം പറയുന്നു, ഒരു ബിസിനസ് സമ്പൂർണ്ണമായി അതിൻ്റെ ഉടമയുടെ അഭാവത്തിൽ പോലും പ്രവർത്തിക്കാൻ കഴിയുന്ന വിധത്തിലായിരിക്കണം രൂപകൽപ്പന ചെയ്യപ്പെടേണ്ടത്. ഇതിന് ഉദാഹരണമായി അദ്ദേഹം കമ്പ്യൂട്ടറിനെ കാണിക്കുന്നു. അവിടെ ഓരോ പ്രക്രിയയും ഓരോ പ്രവർത്തനവും വിശദമായി രേഖപ്പെടുത്തി നിയന്ത്രണത്തിലാക്കിയാണ് ബിസിനസ് പ്രവർത്തിക്കുന്നത്. ഫ്രാഞ്ചൈസ് പ്രോട്ടോടൈപ്പ് മോഡൽ വ്യവസായങ്ങൾക്ക് സാധാരണ പുനരാവൃത്തിയായും സ്ഥിരതയോടെയും പ്രവർത്തനക്ഷമത ഉറപ്പാക്കാനായുള്ള ഏക മാർഗമാണ്. ഈ മോഡൽ ഉപയോഗിച്ച് ബിസിനസ്സുകൾക്ക് അവരുടെ ബ്രാൻഡിന്റെ മൂല്യം കുറയ്ക്കാതെ പ്രായോഗികമായ വിപുലീകരണ സാധ്യതകൾ കണ്ടെത്താനാകും. ഗർബർ ഇതിലെ പ്രധാനം 3 ചോദ്യങ്ങളായി തിരിക്കുന്നു. 1. നിങ്ങളുടെ ബിസിനസിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടോ? 2. ബിസിനസ്സിൽ ഏറ്റവും ലളിതവും ആവർത്തനാത്മകമായ പ്രവൃത്തികൾക്ക് പോലും നിയന്ത്രണവും മാനദണ്ഡവും ഉണ്ടോ? 3. നിങ്ങളുടെ ബിസിനസ് അതിന്റെ യൂണീക്ക് തിരിച്ചറിയൽ സവിശേഷതയോടെ തന്നെ സ്ഥിരതയും കാര്യക്ഷമതയും പുലർത്തുന്നുണ്ടോ? ഇതിൽ ഗർബർ ഉടമമാർക്ക് ബിസിനസ് മുതൽക്കൂട്ടും പ്രവർത്തനങ്ങളും പുനർവിചിന്തിക്കുക നിർദ്ദേശിക്കുന്നു. ബിസിനസിന്റെ ഓരോ ഘട്ടവും ഉറച്ച രീതിയിലായിരിക്കണം രൂപകൽപ്പന ചെയ്യുക. അതിനർത്ഥം അത് ഒരു വ്യത്യസ്തയാളുടെ നേതൃത്വത്തിൽ പോലും വിജയകരമായി പ്രവർത്തിക്കാൻ പാടുപെടേണ്ടതില്ല. ഈ അധ്യായം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ചെറുകിട വ്യവസായങ്ങൾ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുകയും കൃത്യമായ രീതിയിലായി പ്രവർത്തന മാർഗങ്ങൾ എങ്ങനെ സ്ഥാപിക്കാം എന്നും വ്യക്തമാക്കുന്നു. ഒരു ബിസിനസ് സിസ്റ്റം ഒരു വലിയ ചിത്രം കണ്ട് ആ ദിശയിൽ പ്രവർത്തിക്കാൻ ഉള്ള ശ്രമമാണ്. അത് ഉടമയ്ക്ക് മാത്രമല്ല, ബിസിനസ്സിനും വളർച്ചയുടെ വഴികൾ തുറക്കുന്നു. ഈ ആശയം മനസ്സിലാക്കുകയും പ്രായോഗികമാക്കുകയും ചെയ്യുന്നവർക്ക് ബിസിനസ് വ്യത്യസ്തതയും തുടർച്ചയും നൽകാൻ കഴിയും. ചാപ്റ്റർ 4 ദി എന്റർപ്രന്യൂർ, ദി മാനേജർ ആൻഡ് ദി ടെക്നീഷ്യൻ എന്ന ഭാഗം മൈക്കൽ ഇ. ഗർബർ തന്റെ ദി മിത്ത് റിവിസിറ്റഡ് എന്ന ഗ്രന്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം വിശദീകരിക്കുന്നു. ഒരു ചെറിയ ബിസിനസ് സുഖകരമായി പ്രവർത്തിക്കാത്തതിന്റെ പ്രധാന കാരണം ബിസിനസ് ഉടമയിൽ എന്റർപ്രന്യൂർ, മാനേജർ, ടെക്നീഷ്യൻ എന്ന 3 വ്യത്യസ്ത ഭാവങ്ങളുടെയും പൂർണ്ണതയില്ലായ്മയാണ്.
ആദ്യം, എന്റർപ്രന്യൂർ ഭാവം ഒരു സൃഷ്ടിപരമായ സ്വഭാവത്തോട് കൂടിയതാണ്. ഇത് സാധ്യതകൾ കണ്ടുപിടിക്കുകയും ഭാവിയെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നു. എന്റർപ്രന്യൂർ എപ്പോഴും അവസരങ്ങൾ കൈപ്പിടിയിലാക്കാൻ ശ്രമിക്കുന്നയാളാണ്. എന്നാൽ അത് നിരവധി ഭാവനകളിലും ആശയങ്ങളിലും അടിമുടി ചലനമുണ്ടാക്കും. എന്നാൽ എന്റർപ്രന്യൂറിന്റെ അധികമാത്ര ആലോചന കഴിവ് സ്ഥിരത ഇല്ലാതെ പ്രവർത്തിക്കുന്നതിനും വഴി തെളിക്കും. മാനേജർ, രണ്ടാമതായി, ഏറ്റവും പ്രായോഗികമായ ആളാണ്. മാനേജർ ക്രമരഹിതമായ കാര്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും കാര്യങ്ങൾ ക്രമത്തിൽ കൊണ്ടുവരാൻ ചിന്തിക്കുകയും ചെയ്യും. മാനേജർമാർ സ്ഥിരതയെ പ്രിയപ്പെടുത്തുന്നു. അവർക്ക് സാങ്കേതിക നയങ്ങളിലേക്കും വിശദാംശങ്ങളിലേക്കും കൂടുതൽ താൽപ്പര്യമാണ്. എന്റർപ്രന്യൂറിന്റെ ആശയങ്ങൾ മിക്കവാറും മാനേജർ വസ്തുതകളിൽ തളച്ചുവെച്ചേക്കും. ടെക്നീഷ്യൻ, മൂന്നാമതായി, ഒരു ചെയ്യൽക്കാരനായ വ്യക്തിയാണ്. ടെക്നീഷ്യൻ തന്റെ നൈപുണ്യത്തിൽ മുഴുകിയിരിക്കുമ്പോൾ ഒരു ബിസിനസ് വ്യവസ്ഥയുടെ വലിയ ചിത്രം കാണാൻ അവൻ പൂർണ്ണമായും നിർബന്ധിതനല്ല. ടെക്നീഷ്യൻ ആഴത്തിലുള്ള പ്രവൃത്തി ചെയ്യാനാണ് മനസ്സ് കൊടുക്കുന്നത്, അതിന്റെ വിജയകരമായ പ്രവർത്തനം സൂക്ഷ്മമായി നിർവഹിക്കുന്നു. എന്നാൽ ടെക്നീഷ്യൻക്ക് എന്റർപ്രന്യൂറിന്റെയോ മാനേജറിന്റെയോ വീക്ഷണങ്ങൾ വിലമതിക്കാൻ മിക്കപ്പോഴും ആവശ്യമില്ല. ചെറിയ ബിസിനസ്സുകളുടെ പരാജയങ്ങൾ കൂടുതൽ ഇത് മൂലം സംഭവിക്കുന്നു. ഗർബർ ഇതിനെ എന്റർപ്രന്യൂറിന്റെ ശക്തമായ പോരാട്ടം എന്ന് വിശേഷിപ്പിക്കുന്നു. മൂന്ന് ഭാവങ്ങളും തമ്മിലുള്ള ഭിന്നത ബിസിനസ് വിജയകരമായി പ്രവർത്തിക്കുന്നതിനുള്ള ഒരു വലിയ വെല്ലുവിളിയാണ്. മൂന്ന് വ്യക്തിത്വങ്ങളെയും ഒരുമിച്ച് സുസ്ഥിരമായി പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നത് മാത്രമാണ് ഒരു ബിസിനസ് വിജയത്തിലേക്ക് നയിക്കുക. ഇൻഫൻസി, ടെക്നീഷ്യന്റെ ഘട്ടം എന്ന 5 അധ്യായത്തിൽ മൈക്കൽ ഇ. ഗർബർ ഒരു ചെറിയ ബിസിനസിന്റെ തുടക്കഘട്ടത്തെ വിശദീകരിക്കുന്നു. ഈ ഘട്ടം ടെക്നീഷ്യന്റെ ഫേസ് എന്ന പേരിലാണ് വിശേഷിപ്പിക്കുന്നത്, കാരണം ബിസിനസ് ഉടമത്വം ഏറ്റെടുക്കുന്ന പലരും യഥാർത്ഥത്തിൽ ഒരു ടെക്നീഷ്യൻ ദമിരരമേന് മാത്രമാണ്. അവർക്ക് അവരുടെ പ്രിയപ്പെട്ട ജോലിയിൽ മാത്രം ശ്രദ്ധമുണ്ടാകും. ബിസിനസ് മാനേജ്മെന്റിന്റെ വിപുലമായ വശങ്ങളിൽ കുറവ് അറിവും താൽപ്പര്യവുമാണുള്ളത്. ഒരു ടെക്നീഷ്യൻ തന്റെ സ്വന്തം ബിസിനസ് ആരംഭിക്കുമ്പോൾ പ്രാരംഭ കാലഘട്ടത്തിൽ അവൻ അതീവ ഉത്സാഹത്തോടെയും ആത്മവിശ്വാസത്തോടെയും പ്രവർത്തിക്കുന്നു. ഈ ഘട്ടത്തിൽ എല്ലാ ഉത്തരവാദിത്വങ്ങളും ടെക്നീഷ്യൻ സ്വയം ഏറ്റെടുക്കുന്നു. ബിസിനസിന്റെ ഓരോ ഇടപാടുകളും, ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ഉടമ തന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. ഇത് ആദ്യം ഒരു വിജയം പോലെയുണ്ടാകാം, കാരണം ടെക്നീഷ്യൻ അദ്ദേഹത്തിന്റെ ശൈലിയിൽ അതിശയകരമായ പ്രവർത്തനമാണ് കാണിക്കുന്നത്. എന്നാൽ ഇവിടെ വലുതായ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നു: ഉടമയുടെ കഴിവുകൾക്കും സമയത്തിനും പരിധികളുണ്ട്. ഗർബർ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: ടെക്നീഷ്യന്റെ ഫേസ് വളരെ പരിമിതമായ ഒരു ദൈർഘ്യമുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ ബിസിനസ് വളരുമ്പോൾ പുതിയ നിർമ്മാണങ്ങൾ, കാര്യക്ഷമമായ മാനേജ്മെന്റ്, മാർക്കറ്റിംഗ്, ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്നിവ ആവശ്യമാവും. എന്നാൽ ടെക്നീഷ്യൻ എപ്പോഴും തന്റെ സാങ്കേതിക കഴിവുകൾക്കുള്ളിൽ മാത്രം പെട്ടുപോകുന്നു. ഇത് ബിസിനസിന്റെ വളർച്ച തടസ്സപ്പെടുത്തുകയും ഉടമയെ ഭൗതികവും മാനസികവുമായ അലസതയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു. ഇൻഫൻസി ഘട്ടത്തിലെ പ്രധാന പാഠം ഗർബർ ഇപ്രകാരം വ്യക്തമാക്കുന്നു: ബിസിനസ് ഉടമയായ ഒരു വ്യക്തി ഒരു ടെക്നീഷ്യന്റെ ചിന്താഗതിയിൽ നിന്നു മാറി ബിസിനസ് ഒരു സമഗ്ര സമ്പത്ത് സംവിധാനമായി കാണാൻ പഠിക്കണം. ബിസിനസിന്റെ ദൈർഘ്യമുള്ള വിജയത്തിന് മാനേജർ ആയതിന്റെയും ഒരു സംഭകന്റെ ദൃഷ്ടികോണവും സ്വീകരിക്കേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ തന്നെ ടെക്നീഷ്യൻ അഹങ്കാരവും ആശങ്കയും മാറ്റിവെച്ച് നല്ല ടീം നിർമ്മിക്കാനും സമീപത്തിന്റെ വീക്ഷണത്തിൽ ദൈർഘ്യമേറിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും തയ്യാറാകണം. ഇൻഫൻസി പഠനത്തോടെ വൃത്തിയുള്ള സ്വയം വിശകലനം ബിസിനസിന്റെ ദിശ മാറ്റാൻ സഹായിക്കുന്നു. അധ്യായം 6 കൗമാരം, സഹായം തേടുന്നത് എന്നത് മൈക്കൽ ഇ. ഗർബറുടെ ദി മിത്ത് റിവിസിറ്റഡ് എന്ന പുസ്തകത്തിലെ വളരെ പ്രാധാന്യമുള്ള ഭാഗമാണ്. ഈ അധ്യായത്തിൽ ചെറിയ ബിസിനസ്സുകൾ വളർച്ചയുടെ ഒരു നിർണായക ഘട്ടമായ കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ നേരിടുന്ന വെല്ലുവിളികളും ബിസിനസ് ഉടമകൾക്ക് സഹായം തേടുന്നതിന്റെ ആവശ്യകതയും വിശദീകരിക്കുന്നു. വ്യവസായത്തിന്റെ തുടക്കഘട്ടത്തിൽ എല്ലാം ഉടമയുടേതായ കാര്യക്ഷമതയ്ക്ക് അടിസ്ഥാനമാക്കിയാണെന്ന് ഗർബർ വിശദീകരിക്കുന്നു. ഉടമ കൈകാര്യം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നേരിട്ട് പൂർണ്ണമായും അവരുതന്നെ നിയന്ത്രിക്കുന്നു. എന്നാൽ ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഉടമയുടെ പരിധിയും കഴിവും പരിമിതമാണെന്ന് വ്യക്തമാകുന്നു. ഇതാണ് കൗമാരഘട്ടം. ഈ ഘട്ടത്തിൽ ഉടമയ്ക്ക് കൂടുതൽ സഹായം ആവശ്യമാണെന്ന് ഗ്രന്ഥകാരൻ ചൂണ്ടിക്കാട്ടുന്നു. കൗമാരഘട്ടത്തിൽ ഒരു സാധാരണമായ തെറ്റ് ഉടമയിൽ നിന്നാണ് കാണുന്നത്: അവർ മിക്കപ്പോഴും ജോലി നന്നായി ചെയ്യുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, എന്നാൽ ബിസിനസിന്റെ ദീർഘകാല വിജയത്തിനുള്ള തന്ത്രങ്ങളും സംവിധാനങ്ങളും നിർമ്മിക്കാത്തതും അതിനാൽ അടങ്ങുന്ന അനിശ്ചിതാവസ്ഥയും പ്രയാസങ്ങളും നേരിടുന്നു. ഈ സാഹചര്യത്തിൽ ജോലി തനിക്ക് താങ്ങാനാവുന്നതിലധികം ആകുന്നു. ഫലത്തിൽ ഉപഭോക്തൃ സംതൃപ്തിയിലും മിനിമലിസ്റ്റ് റിസോഴ്സുകൾ കൊണ്ട് പ്രവർത്തനക്ഷമതയിലും പ്രശ്നങ്ങൾ ഉയരുന്നു. ഗർബർ ഒരു മാർഗരേഖയാണ് നൽകുന്നത്: സ്ഥാപനങ്ങളുടെ വളർച്ച ആവശ്യകമായ തന്ത്രപരമായ പുനർസംഘടനയാണ് വേണ്ടത്.
സിസ്റ്റങ്ങൾ സൃഷ്ടിക്കുകയും ഉത്തരവാദിത്തങ്ങൾ ഡെലഗേറ്റ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ ബിസിനസ് സ്വന്തമായ വളർച്ചയ്ക്ക് കരുത്താർജിക്കുകയുള്ളൂ. ഒരു കൗമാരത്തിലുള്ള ബിസിനസ് നിർണായകമായി വർത്തിക്കാൻ വേണ്ടി ഒരു മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ പ്രൊഫഷണൽ സഹായം ആവശ്യമാണ്. ഈ ഘട്ടത്തിൽ ഉൽപ്പന്നം, സേവനം, ഉപഭോക്തൃ അനുഭവം എന്നിവയുടെ നിലവാരം ഉറപ്പുവരുത്തുന്ന സമ്പ്രദായങ്ങൾ ആവിഷ്കരിക്കാനുള്ള ആവശ്യകത പ്രസക്തമാണ്. സഹായം തേടുന്നത് ഒരു പരാജയമല്ല, മറിച്ച് ബിസിനസിന്റെ വികസനത്തിനുള്ള നിർണായക നീക്കമാണെന്ന് ഗ്രന്ഥകാരൻ വലിച്ചുകാട്ടുന്നു. വ്യാവസായികമായ കൗമാരം എന്നത് കമ്പനി സ്ഥാപിതമായ ഒരു തന്ത്രപരമായ ഘടനയിലേക്ക് കടക്കാനുള്ള ഒരു അവസരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ബിയോണ്ട് ദി കംഫർട്ട് സോൺ ചാപ്റ്റർ 7 എന്ന അധ്യായം മൈക്കൽ ഇ ഗർബർ എഴുതിയ ദി മിത്ത് റിവിസിറ്റഡ് എന്ന പുസ്തകത്തിൽ സംരംഭകരെ അവരുടെ സുഖമേഖലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന പ്രാധാന്യത്തെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. മിക്ക ചെറുകിട ബിസിനസ്സുകൾ പരാജയപ്പെടുന്ന ഒരു പ്രധാന കാരണം സംരംഭകർക്ക് തങ്ങളുടെ സുഗമമായ ചിന്താഗതിയിൽ നിന്ന് മാറാൻ കഴിയാത്തതാണ്. പുതിയ അനുഭവങ്ങളെ ഏറ്റെടുക്കാനും അനിശ്ചിതത്വങ്ങളോട് നേരിടാനും താൽപ്പര്യപ്പെടാതെ ഒരു സംരംഭകൻ തനിക്ക് പരിചിതമായ പ്രവർത്തനങ്ങളിൽ മാത്രം താങ്ങി നിൽക്കുമ്പോൾ ബിസിനസിന്റെ വളർച്ച തടസ്സപ്പെടും. ഈ അധ്യായത്തിൽ ഗർബർ ബിസിനസ് ഉടമകൾക്ക് അവരുടെ ഭൗതികമായും മാനസികമായും ഉള്ള സുഖമേഖലകളിൽ നിന്ന് പുറത്തേക്ക് ചിന്തിക്കാൻ പ്രചോദനം നൽകുന്നു. ഗർബർ ബിസിനസ്സുകൾ സംരംഭകരുടെ വ്യക്തിഗത വികാരങ്ങളിൽ നിന്ന് കൂടുതൽ ദൂരവീക്ഷണമുള്ളതാകേണ്ടതുണ്ടെന്നും ബിസിനസ് ഒരു സിസ്റ്റം പോലെ പ്രവർത്തിക്കുമ്പോഴാണ് അത് ശരിയായി വളരുന്നതെന്നും വിശദീകരിക്കുന്നു. സംരംഭകർ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി വലിയ ദിശയിലേക്കുള്ള ശ്രമങ്ങൾ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയാണ് അദ്ദേഹം ഈ അധ്യായത്തിൽ അടിസ്ഥാനം വെക്കുന്ന പാഠം. വ്യവസായ മേഖലയിൽ ചിട്ടപ്പെടുത്തിയ സിസ്റ്റങ്ങൾക്കായി ശ്രമിക്കുമ്പോൾ ഇന്നോവേഷനും സമഗ്രമായ ദർശനവും നിർണായകമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഉദാഹരണങ്ങളിലൂടെ ഗർബർ സംരംഭകർ തങ്ങളുടെ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ബ്രാൻഡുകൾ രൂപപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. കസ്റ്റമർ ഫോക്കസ്ഡ് ബിസിനസ് മോഡലുകൾ രൂപപ്പെടുത്തുന്നതിനുള്ള സാങ്കേതികതകളും അത് എങ്ങനെ സുഖമേഖല തുറന്ന് വളർച്ചയിലേക്ക് നയിക്കുന്നുവെന്നതും മനസ്സിലാക്കുന്നു. ഈ അധ്യായം സംരംഭകരെ അവരുടെ ഭാവനകളെ പരിധി മീതെ പ്രയാണം ചെയ്യാൻ പ്രചോദിപ്പിക്കുന്നു. പുനരാവിഷ്കാരവും ഉപഭോക്തൃ അനുഷ്ഠാനങ്ങളുമായുള്ള അടുത്ത ബന്ധവും സംരംഭകരുടെ വിജയത്തിന് അടിസ്ഥാനം ആകുന്നുവെന്ന് ഈ അധ്യായം ശരിയായി ചൂണ്ടിക്കാട്ടുന്നു. ബിയോണ്ട് ദി കംഫർട്ട് സോൺ ചാപ്റ്റർ 7 എന്ന അധ്യായം മൈക്കൽ ഇ ഗർബർ എഴുതിയ ദി മിത്ത് റിവിസിറ്റഡ് എന്ന പുസ്തകത്തിൽ സംരംഭകരെ അവരുടെ സുഖമേഖലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന പ്രാധാന്യത്തെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. മിക്ക ചെറുകിട ബിസിനസ്സുകൾ പരാജയപ്പെടുന്ന ഒരു പ്രധാന കാരണം സംരംഭകർക്ക് തങ്ങളുടെ സുഗമമായ ചിന്താഗതിയിൽ നിന്ന് മാറാൻ കഴിയാത്തതാണ്. പുതിയ അനുഭവങ്ങളെ ഏറ്റെടുക്കാനും അനിശ്ചിതത്വങ്ങളോട് നേരിടാനും താൽപ്പര്യപ്പെടാതെ ഒരു സംരംഭകൻ തനിക്ക് പരിചിതമായ പ്രവർത്തനങ്ങളിൽ മാത്രം താങ്ങി നിൽക്കുമ്പോൾ ബിസിനസിന്റെ വളർച്ച തടസ്സപ്പെടും. ഈ അധ്യായത്തിൽ ഗർബർ ബിസിനസ് ഉടമകൾക്ക് അവരുടെ ഭൗതികമായും മാനസികമായും ഉള്ള സുഖമേഖലകളിൽ നിന്ന് പുറത്തേക്ക് ചിന്തിക്കാൻ പ്രചോദനം നൽകുന്നു. ഗർബർ ബിസിനസ്സുകൾ സംരംഭകരുടെ വ്യക്തിഗത വികാരങ്ങളിൽ നിന്ന് കൂടുതൽ ദൂരവീക്ഷണമുള്ളതാകേണ്ടതുണ്ടെന്നും ബിസിനസ് ഒരു സിസ്റ്റം പോലെ പ്രവർത്തിക്കുമ്പോഴാണ് അത് ശരിയായി വളരുന്നതെന്നും വിശദീകരിക്കുന്നു. സംരംഭകർ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി വലിയ ദിശയിലേക്കുള്ള ശ്രമങ്ങൾ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയാണ് അദ്ദേഹം ഈ അധ്യായത്തിൽ അടിസ്ഥാനം വെക്കുന്ന പാഠം. വ്യവസായ മേഖലയിൽ ചിട്ടപ്പെടുത്തിയ സിസ്റ്റങ്ങൾക്കായി ശ്രമിക്കുമ്പോൾ ഇന്നോവേഷനും സമഗ്രമായ ദർശനവും നിർണായകമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഉദാഹരണങ്ങളിലൂടെ ഗർബർ സംരംഭകർ തങ്ങളുടെ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ബ്രാൻഡുകൾ രൂപപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. കസ്റ്റമർ ഫോക്കസ്ഡ് ബിസിനസ് മോഡലുകൾ രൂപപ്പെടുത്തുന്നതിനുള്ള സാങ്കേതികതകളും അത് എങ്ങനെ സുഖമേഖല തുറന്ന് വളർച്ചയിലേക്ക് നയിക്കുന്നുവെന്നതും മനസ്സിലാക്കുന്നു. ഈ അധ്യായം സംരംഭകരെ അവരുടെ ഭാവനകളെ പരിധി മീതെ പ്രയാണം ചെയ്യാൻ പ്രചോദിപ്പിക്കുന്നു. പുനരാവിഷ്കാരവും ഉപഭോക്തൃ അനുഷ്ഠാനങ്ങളുമായുള്ള അടുത്ത ബന്ധവും സംരംഭകരുടെ വിജയത്തിന് അടിസ്ഥാനം ആകുന്നുവെന്ന് ഈ അധ്യായം ശരിയായി ചൂണ്ടിക്കാട്ടുന്നു. മൈക്കൽ ഇ ഗർബറുടെ ദി മിത്ത് റിവിസിറ്റഡ് എന്ന പുസ്തകത്തിലെ ചാപ്റ്റർ 9 ദ ബിസിനസ് ഡെവലപ്മെന്റ് പ്രോസസ് ഒരു സംരംഭകനെ ലക്ഷ്യബോധത്തോടെയും സമഗ്രവും പുനരാവിഷ്കൃതവുമായ സമീപനത്തോടെയും തന്റെ ബിസിനസ് വളർത്താൻ പ്രേരിപ്പിക്കുന്ന ഒരു പാഠമാണിത്. ഈ അധ്യായത്തിൽ ബിസിനസ് വളർച്ചയ്ക്ക് ഒരു സംരചിതമായ മാതൃക ആവശ്യമാണെന്ന് ഗർബർ വിശദീകരിക്കുന്നു. ബിസിനസ് വികസന പ്രക്രിയ 3 പ്രധാന ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സുസംഘടിത രീതിയാണ്: ഇന്നോവേഷൻ, ക്വാണ്ടിഫിക്കേഷൻ, ഓർക്കസ്ട്രേഷൻ. ഗർബർ ഈ ഘടകങ്ങൾ വിശദമായി പരാമർശിക്കുന്നു. ഒരാൾ ബിസിനസിന്റെ ഓരോ ഘട്ടത്തിലും ഏത് രീതിയിലാണ് അനുയോജ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതെന്ന് ഉദാഹരണങ്ങളിലൂടെ കാണിക്കുന്നു. 1. ഇന്നോവേഷൻ എന്നത് പുതിയ ആശയങ്ങളും രീതികളും ബിസിനസ്സിൽ അവതരിപ്പിക്കുന്ന പ്രക്രിയയാണ്. ഇത് ഉപഭോക്തൃപരമായ അനുഭവങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള സൃഷ്ടിമാനമായ സമീപനം മാത്രമല്ല, വിപണിയിൽ സ്വന്തം സ്ഥാനം ഉറപ്പിക്കുന്നതിനുള്ള വഴിയും കൂടിയാണ്.
ഗെർബർ ഇതിനെ ഉപഭോക്താവിന്റെ മനസാക്ഷിയെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമെന്ന് വിശേഷിപ്പിക്കുന്നു. 2. ക്വാണ്ടിഫിക്കേഷൻ. ഇന്നോവേഷനിലൂടെ ബിസിനസ് നടപ്പാക്കുന്ന കാര്യങ്ങളുടെ ഫലപ്രാപ്തി അളക്കുന്നതിന് ക്വാണ്ടിഫിക്കേഷൻ അനിവാര്യമാണ്. സംരംഭം ഉപയോഗിക്കുന്ന എല്ലാ മാതൃകകളും പ്രവർത്തനങ്ങളുമുള്ള ഡാറ്റ ശേഖരിക്കുകയും അതിനെ അടിസ്ഥാനമാക്കിയുള്ള നിഷ്പക്ഷമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യുന്നതിന് ഇത് സഹായകരമാകും. 3. ഓർക്കസ്ട്രേഷൻ എന്നാണ് സൂചിപ്പിക്കുന്നത് നിശ്ചിത രീതിയിലുള്ള എല്ലാ പ്രക്രിയകളുടെയും ഏകീകരണം. ഇത് ഒരു വ്യക്തിഗത ശ്രമം മാത്രമല്ല, മുഴുവൻ സംഘവും പ്രവർത്തനത്തിൽ ഏകതാനതയും സ്ഥിരതയും പാലിക്കുന്ന രീതിയാണ്. ഗെർബർ ഇതിന് ഉദാഹരണമായി ഫ്രാഞ്ചൈസിംഗ് മോഡലിനെ ഉദാഹരിക്കുന്നു. പ്രത്യേകിച്ച് മക്ഡൊണാൾഡ്സ് പോലുള്ള പ്രശസ്ത ബിസിനസ്സുകൾ എങ്ങനെ സ്ഥിരമായ ഗുണമേന്മ നൽകുന്നുവെന്ന് വിശദീകരിക്കാൻ. ചാപ്റ്റർ 10 നിങ്ങളുടെ പ്രാഥമിക ലക്ഷ്യം ദി ഇമിറ്റ് റീവിസിറ്റഡ് എന്ന മൈക്കിൾ ഇ ഗെർബറിന്റെ പുസ്തകത്തിൽ ചാപ്റ്റർ 10 വളരെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. ഈ അധ്യായം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രാഥമിക ലക്ഷ്യത്തിന്റെ പ്രാധാന്യം വിശദീകരിക്കുന്നു. ഗെർബർ പറയുന്നത് വ്യവസായം ഒരു വ്യക്തിയുടെ ജീവിത ലക്ഷ്യത്തിന്റെ അടിസ്ഥാനം ആകണം. അതല്ലെങ്കിൽ ഒരു വ്യാപാരം സാർത്ഥകമല്ല എന്നതാണ്. മിക്ക ചെറു വ്യവസായികൾ തങ്ങളുടെ ബിസിനസ് ആരംഭിക്കുന്നത് താത്കാലിക ആവശ്യങ്ങൾ നിറവേറ്റാൻ മാത്രമാണ്. എന്നാൽ ഒരു ദീർഘകാല ദൃഷ്ടിക്കോ വ്യക്തിപരമായ ആഗ്രഹങ്ങളോ ഇല്ലാത്തതിനാൽ അവർ ആവശ്യമുള്ളത് നേടാനാകാതെ പകച്ചുപോയ നിലയിലാകുന്നു. ബിസിനസ് ആരംഭിക്കുന്നതിന് മുൻപായി വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തിൽ എന്ത് നേടാൻ ആഗ്രഹിക്കുന്നു എന്ന് വ്യക്തമായി നിർവചിക്കണമെന്നും അതിനെ അടിസ്ഥാനമാക്കി തങ്ങളുടെ വ്യവസായം രൂപപ്പെടുത്തണമെന്നും ഗെർബർ ഉപദേശിക്കുന്നു. നിങ്ങളുടെ പ്രാഥമിക ലക്ഷ്യം നിങ്ങൾക്ക് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നത് നിർണ്ണയിക്കുന്നതിനുള്ള ഒരു സിദ്ധാന്തമായാണ് ഈ ആശയം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് ഉപഭോഗത്തിനായുള്ള പണം സൃഷ്ടിക്കുന്നതിനപ്പുറമുള്ള ഒരു വലിയ ദൃഷ്ടികോണമാണ്. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സംരക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ഈ പ്രാഥമിക ലക്ഷ്യം. ഗെർബർ ഒരു വ്യക്തിയുടെ നൈതികതയെ നിർവചിക്കാൻ ഉള്ള ചില ചോദ്യങ്ങളും അവതരിപ്പിക്കുന്നു. ഞാൻ ജീവിതത്തിൽ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത്? എന്താണ് എൻ്റെ ദീർഘകാല ലക്ഷ്യങ്ങൾ? ഞാൻ മറ്റുള്ളവർക്ക് നൽകുന്ന സംഭാവനകൾ എന്തെല്ലാം? ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരങ്ങൾ കണ്ടെത്തുമ്പോൾ ഒരു വ്യക്തിക്ക് തങ്ങളുടെ ജീവിതം ഗുണമാനത്തോടെയും ലക്ഷ്യപ്രദമായതുമായ രീതിയിൽ നയിക്കാൻ കഴിയും. ഇത് ബിസിനസിന്റെ തീരുമാനങ്ങളിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തെ സഹായിക്കാൻ സഹായകമായ മാർഗങ്ങൾ കണ്ടെത്താൻ അവസരമൊരുക്കും. അവസാനമായി, നിങ്ങളുടെ പ്രാഥമിക ലക്ഷ്യം എന്ന ആശയം മനുഷ്യന്റെ ആകെയുള്ള ജീവിതത്തിന്റെ ഭാവിയെ രൂപപ്പെടുത്താനും ലക്ഷ്യബോധം നിറഞ്ഞ ജീവിതം നയിക്കാനുമുള്ള പ്രചോദനമാണ്. ഇതിലൂടെ വ്യക്തികളുടെ ജീവിതത്തിലും ബിസിനസ്സിലും മാറ്റം വരുത്താൻ കഴിയുമെന്ന ഗെർബറിന്റെ വിശ്വാസം വ്യക്തമാക്കുന്നു. മൈക്കിൾ ഇ ഗെർബറിന്റെ ദി ഇമിറ്റ് റീവിസിറ്റഡ് Why Most Small Businesses Don't Work and What to Do About It എന്ന പുസ്തകത്തിലെ ചാപ്റ്റർ 11 Your Strategic Objective എന്ന അധ്യായത്തിന്റെ വിശദീകരണം. Your Strategic Objective എന്ന ഈ അധ്യായത്തിൽ ബിസിനസിന്റെ ദീർഘകാല ലക്ഷ്യങ്ങൾ വ്യക്തമായ രീതിയിൽ നിർവചിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ മൈക്കിൾ ഇ ഗെർബർ ഊന്നിപ്പറയുന്നു. ഒരു ചെറിയ ബിസിനസ് വിജയകരമാകുന്നതിന് സ്ഥാപകൻ സൂക്ഷ്മമായ ഒരുതരം ദർശനവും തന്ത്രപരമായ ദിശാനിർദ്ദേശവുമുള്ള ഒരു പദ്ധതി ഉണ്ടാക്കേണ്ടതുണ്ട്. ഈ ലക്ഷ്യം ഏതൊരു ബിസിനസ്സിനും തീർച്ചയായ അവസാന ഫലം എന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നു. അതായത്, ബിസിനസ് എന്താണ് ലക്ഷ്യമിടുന്നതെന്നും അത് എങ്ങനെയെത്തുമെന്നുമുള്ള വ്യക്തമായ തെളിച്ചം ആവശ്യമാണ്. ഗെർബർ വിശദീകരിക്കുന്നത് ബിസിനസ് ഒരു സാധാരണ മിഷൻ ആയി കാണുകയും അതിനുള്ള പ്രതീക്ഷ വ്യക്തമാക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ്. അതിനാൽ ബിസിനസ് സ്ഥാപകർ അവരുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ ബിസിനസ്സുമായി ലയിപ്പിച്ചു അവരുടെ ജീവിതത്തിനും തൊഴിലാളികളുടെയും ഉപഭോക്താക്കളുടെയും ജീവിതത്തിനും ഒരു പോസിറ്റീവ് ദിശ നൽകണം. ഒരു വിജയകരമായ ബിസിനസ് സ്വയംമതേവായി പ്രവർത്തിക്കുമ്പോൾ ഉടമയ്ക്ക് സമയ സ്വാതന്ത്ര്യവും സാമ്പത്തിക സ്വാതന്ത്ര്യവും പ്രദാനം ചെയ്യുന്നു. അധ്യായത്തിൽ ഗെർബർ ബിസിനസ് മാനദണ്ഡങ്ങൾ നിർവചിക്കാനുള്ള 2 പ്രധാന മാനദണ്ഡങ്ങളെ ചർച്ച ചെയ്യുന്നു. അവ 1. ആർജിത വരുമാനം. നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് ലഭ്യമാക്കുന്ന പ്രതീക്ഷിത വരുമാന ലക്ഷ്യം. ഇത് ശരിയുള്ളവർക്കും ആവശ്യമായ മാർഗങ്ങളിലൂടെ മാത്രമേ സാധ്യമാകൂ. 2. ജീവിതശൈലിയുടെ സാധുത. നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന് എത്രത്തോളം അനുയോജ്യമാണ്. ഈ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ ബിസിനസ് ഒരു ആസൂത്രിതവും അനാവശ്യമായ റിസ്കുകൾ ഒഴിവാക്കുന്നതുമായ രീതിയിൽ വളരാൻ സഹായിക്കുന്നു. ഗെർബർ പറയുന്നു, നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ച വ്യക്തിപരമായ നന്മയ്ക്കായിരിക്കണം, സമ്പത്താക്കമാകാനല്ല മാത്രം. അധ്യായം 7 തന്ത്രങ്ങളുടെ ഒരു രൂപരേഖയും നൽകുന്നു. ഇത് ബിസിനസ്സിനെ ദീർഘകാലം നിലനിർത്താനും വിപണിയിൽ മാറ്റമുണ്ടാക്കാനുമുള്ള വഴികളിൽ ഏർപ്പെടുന്നു. സ്വപ്നം, ദർശനം, ലക്ഷ്യം എന്നിവ മുഴുവൻ ബിസിനസ്സിന്റെ അടിസ്ഥാനമായ DNA ആയി പ്രവർത്തിക്കുന്നു. ചാപ്റ്റർ 12 നിങ്ങളുടെ സംഘടനാ തന്ത്രം. വിശദീകരണം. മൈക്കിൾ ഇ ഗെർബറിന്റെ ദി ഇമിറ്റ് റീവിസിറ്റഡ്
Why Most Small Businesses Don't Work and What to Do About It എന്ന പുസ്തകത്തിലെ Your Organizational Strategy അധ്യായം ചെറിയ ബിസിനസ്സുകളെ വിജയകരമായി നടത്താനുള്ള അടിസ്ഥാനം എങ്ങനെ സൃഷ്ടിക്കാമെന്ന് വിശദമായി പരിശോധിക്കുന്നു. ഈ അധ്യായം ഒരു ഓർഗനൈസേഷന്റെ അടുക്കളപ്പണിയാണ്, നിങ്ങളുടെ ബിസിനസിന്റെ ജനനത്തിൽ നിന്ന് അതിന്റെ ദീർഘകാല വിജയത്തിലേക്ക് നയിക്കുന്നതിലേക്കുള്ള പാത രൂപപ്പെടുത്തുന്നത്. ബിസിനസ്സിൽ ഉടമയുടെ പ്രധാന ദൗത്യം നിർമ്മാണാത്മകമായ ഒരു സംഘടനാത്മക ചട്ടക്കൂട് സൃഷ്ടിക്കുകയാണ്. ഒരു ബിസിനസ് മിക്കവാറും ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളെയും പൊതിഞ്ഞുകെട്ടുന്ന ഒരു കൃത്യമായ ഘടനയെ അവലംബിക്കണം. ഉദാഹരണത്തിന് വിറ്റുവരവ്, ഉപഭോക്തൃ പരിചരണം, മാർക്കറ്റിംഗ്, ഫിനാൻസ് മാനേജ്മെന്റ് തുടങ്ങിയ ഘടകങ്ങൾ എല്ലാം വ്യക്തമായ ഉത്തരവാദിത്തത്തോടെ ക്രമീകരിക്കപ്പെടണം. ഈ ഘടന ഒരു വലിയ കമ്പനിയുടെ രീതി തികച്ചും മാതൃകയാക്കുകയാണ് ചെയ്യുന്നത്, എങ്കിലും ഇത് ചെറുകിട വ്യവസായങ്ങളെയും ഫലപ്രദമായി പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. അധ്യായത്തിൽ ഗെർബർ പദവിക്കരട് പൊസിഷൻ കോൺട്രാക്ട് എന്ന ആശയം അവതരിപ്പിക്കുന്നു. ഇത് ഓരോ പദവിയുടെയും ഉത്തരവാദിത്വങ്ങളും കൃത്യമായ പ്രകടന നിലവാരവും നിർവചിക്കുന്നു. വ്യക്തിഗത താൽപ്പര്യങ്ങൾ അല്ല, എന്നാൽ കമ്പനിയുടെ ദീർഘകാല ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് ഉപകരിക്കാത്ത ഓരോ പദവികളും ഒരു പ്ലാൻ അനുസരിച്ച് പ്രവർത്തിക്കണം. ഗെർബർ വ്യവസായമുടമകളോട് ബിസിനസ്സിനെ ഒരു വ്യവസ്ഥിതമായ സിസ്റ്റം ആയി കണക്കാക്കാൻ ആവശ്യപ്പെടുന്നു, എന്നാൽ ആദർശ വ്യക്തി അല്ല. കൂടുതൽ ശ്രദ്ധ കമ്പനിയുടെ ജോലി എങ്ങനെ നടത്തപ്പെടുന്നുവെന്നതിലും ഉള്ളവരുടെ കഴിവുകളിൽ അല്ല. ഇതിന് പേരാണ് ഫ്രാഞ്ചൈസ് പ്രോട്ടോടൈപ്പ് മോഡൽ. ഒരു ബിസിനസ് അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജറുകൾ സാപ്സ് ഉൾപ്പെടുത്തി അത് എളുപ്പത്തിൽ പുനരാവർത്തിക്കാവുന്ന രീതിയാക്കുക എന്നതാണ് ഇതിന്റെ സാരാംശം. അധ്യായത്തിന്റെ അവസാനത്തിൽ ബിസിനസിന്റെ വിജയത്തിന് വ്യക്തമായ ദിശയും അന്തസ്സുമായി ഒരു ഓർഗനൈസേഷണൽ ചാർട്ട് നിർമ്മിക്കാൻ ഗെർബർ പ്രേരിപ്പിക്കുന്നു. ഇതിന്റെ സഹായത്തോടെ എല്ലാ ജീവനക്കാരും അവരുടെ പദവിയുടെ പ്രാധാന്യം റിവിസിറ്റഡ് വൈ മോസ്റ്റ് സ്മോൾ ബിസിനസ് ഡോണ്ട് വർക്ക് ആൻഡ് വാട്ട് ടു ഡു എബൌട്ട് ഇറ്റ് എന്ന മൈക്കൽ ഇ ഗെർബർ എഴുതിയ പുസ്തകത്തിലെ ചാപ്റ്റർ 13 യോർ മാനേജ്മെന്റ് സ്ട്രാറ്റജിയുടെ വിശദീകരണം മൈക്കൽ ഇ ഗെർബർ തന്റെ പ്രശസ്തമായ റിവിസിറ്റഡ് എന്ന പുസ്തകത്തിൽ ചെറുകിട ബിസിനസ്സുകളുടെ പരാജയ കാരണങ്ങൾ പരിശോധിച്ച് അതിന്റെ പരിഹാരങ്ങൾ വിശദീകരിക്കുന്നു. ചാപ്റ്റർ 13 യോർ മാനേജ്മെന്റ് സ്ട്രാറ്റജി എന്ന ഭാഗത്ത് ഒരു ബിസിനസിന്റെ വിജയത്തിനായുള്ള പ്രാമാണിക മാനേജ്മെന്റ് പ്രക്രിയകളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഈ അധ്യായത്തിൽ മികച്ച മാനേജ്മെന്റ് സ്ട്രാറ്റജിയുടെ അടിസ്ഥാനം ശാസ്ത്രീയമായ ഒരു സിസ്റ്റം അല്ലെങ്കിൽ പ്രക്രിയയിലാണെന്ന് ഗെർബർ സൂചിപ്പിക്കുന്നു. മാനേജ്മെന്റ് വെറും ആളുകളെ നിയന്ത്രിക്കുന്നതിലല്ല, മറിച്ച് വ്യക്തികളെയും സമഗ്രമായ പ്രക്രിയകളെയും ഏകോപിപ്പിച്ച് ഒരു സംരംഭത്തിന്റെ ദീർഘകാല ലക്ഷ്യങ്ങളിലേക്ക് നയിക്കുന്നതിലാണ്. ഗെർബർ പറയുന്നു, മാനേജ്മെന്റ് അതിന്റെ മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമായ രീതിയിൽ നൽകുകയും വ്യക്തികൾക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങൾ സുഗമമായി നിർവഹിക്കാൻ സഹായിക്കുകയും വേണം. ചെറുകിട സംരംഭങ്ങളുടെ പരാജയത്തിന് പിന്നിലുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ഒരു സിസ്റ്റമാറ്റിക് മാനേജ്മെന്റ് രീതിയുടെ അഭാവം. പ്രവർത്തനങ്ങളെ വ്യക്തി ആശ്രിതമാക്കാതെ സുസ്ഥിരമായ പ്രക്രിയകൾ സ്ഥാപിക്കുന്നതിലൂടെ മാത്രമേ ബിസിനസിന്റെ സ്ഥിരതയും വളർച്ചയും ഉറപ്പാക്കാൻ കഴിയൂ. ഗെർബർ ഫ്രാഞ്ചൈസ് പ്രമേയം എന്ന ആശയം അവതരിപ്പിക്കുന്നു, അഥവാ ഓരോ പ്രക്രിയയും തെളിവുകൾ കൊണ്ടും സവിശേഷമായ ചാർട്ടുകളിലൂടെ നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു മോഡൽ. ഇത് ബിസിനസ്സിനെ വ്യക്തികളുടെ കഴിവുകൾക്ക് അധീനമാക്കാതെ ഒരു സിസ്റ്റം അധിഷ്ഠിതമായ സേവന പരമ്പരകളിൽ മാറ്റുകയും ചെയ്യുന്നു. അതേസമയം ഗെർബർ ബിസിനസ്സിലെ ആളുകളുടെ പങ്കിന്റെ പ്രാധാന്യവും ഉയർത്തിപ്പിടിക്കുന്നു. അധ്യക്ഷൻ മുതൽ ഫ്രണ്ട് ലൈൻ സ്റ്റാഫ് വരെ എല്ലാവർക്കും വ്യക്തമായ ഉത്തരവാദിത്തവും സംയോജിത പ്രവർത്തനവുമായുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിലൂടെ മാത്രമേ ഈ സിസ്റ്റം ഫലപ്രദമാകൂ. ചാപ്റ്റർ 14 യോർ പീപ്പിൾ സ്ട്രാറ്റജി എന്നത് ഒരു സംരംഭകന്റെ വിജയത്തിന് അവന്റെ ടീം നിർണായകമാണെന്ന കാര്യത്തിൽ ദൃഢമായുർത്തുന്നു. മൈക്കൽ ഇ ഗെർബർ സമർപ്പിക്കുന്ന പ്രധാന ആശയം ബിസിനസിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വ്യക്തമായ രീതിയിലുള്ള സമഗ്ര സിസ്റ്റം അടിസ്ഥാനത്തിലായിരിക്കണം പ്രവർത്തിക്കുക എന്നതും ഈ സിസ്റ്റം ആളുകൾക്ക് സ്വയം കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള പാടുപെടലുകൾ കുറയ്ക്കണം എന്നതുമാണ്. ബിസിനസ് ഒരു വ്യക്തിയുടെ പ്രയാസമോ കഷ്ടപ്പാടുകളോ കുറയ്ക്കുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റീവ് എൻറ്റിറ്റി ആയിരിക്കണമെന്ന് ഗെർബർ പറയുന്നു. ഈ അടിസ്ഥാനം പകർന്നു നൽകുന്ന പീപ്പിൾ സ്ട്രാറ്റജി സിസ്റ്റം ഓറിയന്റഡ്, കൺസിസ്റ്റന്റ് മറ്റും ആയിരിക്കണം. അതായത് ഇതിൽ വ്യക്തികൾ അവരുടെ വ്യക്തിപരമായ കഴിവുകളാൽ അല്ല, സിസ്റ്റത്തിന്റെ ഭാഗമാകുന്ന രീതിയിലാകും പ്രവർത്തിക്കുക. ഇപ്പോൾ വരെ അനേകം ബിസിനസ്സുകൾ തൊഴിലാളികളെ കണ്ടെത്തുന്നതും പരിശീലിപ്പിക്കുന്നതും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതുമായ നിലപാട് വ്യക്തികളിൽ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. ഗെർബർ ഇതിനു പകരം ക്ലിയർ റോൾസ്, റെസ്പോൺസിബിലിറ്റികൾ, ഓർഗനൈസേഷൻ ചാർട്ട് എന്നിവയെ അടിസ്ഥാനമാക്കി വ്യക്തമായ പീസ് ഓഫ് പ്ലേ ഒരുക്കുന്നതിന് പ്രാധാന്യം നൽകുന്നു. നിങ്ങളുടെ ടീമിന്റെ ഓരോ അംഗത്തിനും അവരുടെ ജോലി നിർമ്മലമായി നിർവഹിക്കാൻ സജ്ജമാകുന്ന രീതിയിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകുക.
അതിനായാണ് ബിസിനസ് മോഡലിന്റെ കാര്യക്ഷമ സൃഷ്ടി നിർണായകമെന്ന് അദ്ദേഹം പറയുന്നു. ഉദാഹരണമായി, ഒരു ഫ്രാഞ്ചൈസ് മോഡൽ പോലെ ഓരോ പ്രവർത്തനവും ദ്വിതീയമായി പ്രവർത്തിക്കാനും കൂടുതൽ സമയം ചെലവഴിക്കാതെയും സാധ്യമാകണം. ഒരു സംരംഭം സുസ്ഥിരമായ വളർച്ച നേടുന്നതിന് അത് വ്യക്തിമേധാവിത്വം ഒഴിവാക്കുകയും വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ സിസ്റ്റം മേധാവിത്വത്തിലേക്ക് മാറ്റുകയും വേണം. ഇത് പരിശീലനമിലൂടെ, വ്യക്തമായ പ്രതീക്ഷകളിലൂടെ, നിശ്ചിത മാനദണ്ഡങ്ങൾ സൃഷ്ടിച്ച് ചട്ടങ്ങൾ ഉറപ്പുവരുത്തിയുള്ള പ്രവർത്തനങ്ങളിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നു. 15-ാമത്തെ അധ്യായം യോർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ചെറിയ ബിസിനസ്സുകളുടെ മാർക്കറ്റിംഗ് നിലപാടുകൾക്ക് നല്ലൊരു വെളിച്ചം നൽകുന്നു. ഈ അധ്യായത്തിൽ ഒരു ബിസിനസിന്റെ വിപണന തന്ത്രം അതിന്റെ വിജയത്തിനുള്ള പിൽക്കാലങ്ങളിൽ എന്ത് പ്രാധാന്യമാണുള്ളതെന്ന് വിശദീകരിക്കുന്നു. ബിസിനസ് ഉടമകൾക്ക് വളരെയധികം ആശയക്കുഴപ്പമുണ്ടാകുന്ന മേഖലകളിലൊന്നാണ് മാർക്കറ്റിംഗ്. പലപ്പോഴും അവർ മാർക്കറ്റിംഗിനെ ബിസിനസിന്റെ ഒരുപാട് ചെലവ് വരുത്തുന്ന പക്ഷേ ഫലപ്രദമായ കാര്യങ്ങളായിട്ടല്ല കണക്കാക്കുന്നത്. എന്നാൽ ഗെർബർ വ്യക്തമാക്കുന്നത് ഒരു വ്യക്തിയുടെ ബിസിനസ് വളർച്ചയ്ക്കും ഉപഭോക്തൃ ഉപജീവനത്തിനുമുള്ള പരിപൂർണ മാർഗമാണ് മാർക്കറ്റിംഗ്. ഈ അധ്യായത്തിൽ മാർക്കറ്റിംഗ് തന്ത്രത്തെ ഗെർബർ ഗ്രാഹക മനസ്സിലെ അനുഭവത്തിന്റെ രൂപകൽപ്പന എന്ന ആശയത്തിലേക്കാണ് നയിക്കുന്നത്. ഉപഭോക്താക്കൾക്ക് എന്താണ് ആവശ്യമായി വരിക, എങ്ങനെ അവരെ ചിന്തിപ്പിക്കാം, അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം, ഇതാണ് യഥാർത്ഥ മാർക്കറ്റിംഗ് തന്ത്രത്തിന്റെ ഉള്ളടക്കം. അതായത്, ഉപഭോക്താക്കളെ ആകർഷിക്കാനും അവരുടെ പ്രശ്നങ്ങൾക്ക് സമാധാനകരമായ പരിഹാരം നൽകാനുമുള്ള ഒരു രീതിയും പ്രക്രിയയുമാണ് തന്ത്രപരമായ മാർക്കറ്റിംഗ്. ആകർഷണത്തിനുള്ള മാർഗങ്ങൾ സാങ്കേതികതയിലും ലളിതമായ പ്രാക്ടീസുകളിലുമാണ് ആധാരിതം. ഉദാഹരണത്തിന്, ബിസിനസിന്റെ കാഴ്ചപ്പാട്, ലോഗോയുടെ രൂപകൽപ്പന, സേവനത്തിന്റെ ഗുണമേന്മ, ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം എന്നിവ ഉപഭോക്താവിന്റെ മനസ്സിൽ ആഴമുള്ള ഒരു പ്രതിഭാസം സൃഷ്ടിക്കുന്നു. ബിസിനസ് ഉടമകൾ അവരുടെ വ്യത്യസ്തതയെക്കുറിച്ച് വ്യക്തമായും സ്ഥിരതയോടെയും ആശയവിനിമയം നടത്തേണ്ടതുണ്ട്. ഗെർബർ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ നിശ്ചയിക്കുമ്പോൾ ഒരു ശാസ്ത്രീയ സമീപനം സ്വീകരിക്കാൻ ഉപദേശിക്കുന്നു. ഉപഭോക്തൃ ആവശ്യങ്ങൾ മനസ്സിലാക്കാനും അവരുടെ അനുഭവങ്ങൾ മെച്ചപ്പെടുത്താനും വിപണിയിലെ മറ്റ് മത്സരങ്ങളെക്കാൾ മുൻപന്തിയിലാകാനും ഈ തന്ത്രങ്ങൾ സഹായിക്കുന്നു. 16 അധ്യായമായ യുവർ സിസ്റ്റം സ്ട്രാറ്റജി എന്നതിൽ ഒരു സംഭവം വിജയകരമായി പ്രവർത്തിക്കാൻ ആവശ്യമായ സിസ്റ്റമാറ്റിക് സമീപനത്തെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ഗെർബർ പറയുന്നത് ഒരു സംരംഭം വളരാൻ സാധ്യമാകുന്നത് അതിന്റെ അടുക്കളയിൽ എങ്ങനെ കാര്യങ്ങൾ ക്രമസമിതമാക്കുന്നുവെന്നും ഓരോ പ്രവർത്തനവും എങ്ങനെ തർക്കരഹിതമായി പ്രവർത്തിപ്പിക്കുന്നുവെന്നും ആശ്രയിച്ചാണ്. സിസ്റ്റം സ്ട്രാറ്റജി എന്നത് ഒരു സംഭവത്തിന് പരിപൂർണമായ രീതിയിലുള്ള പ്രവർത്തന ക്രമീകരണവും എല്ലാ ഘടകങ്ങളും ശരിയായ രീതിയിൽ ഓട്ടോമേറ്റ് ചെയ്യുന്ന ഒരു മോഡലുമാണ്. ഗെർബർ ഈ അധ്യായത്തിൽ 3 പ്രധാന വശങ്ങൾ അടയാളപ്പെടുത്തുന്നു: ഹാർഡ് സിസ്റ്റംസ്, സോഫ്റ്റ് സിസ്റ്റംസ്, ഒപ്പം ഇൻഫർമേഷൻ സിസ്റ്റംസ്. ഹാർഡ് സിസ്റ്റങ്ങൾ ഭൗതിക ഉപകരണങ്ങളും യന്ത്രങ്ങളും ഉൾക്കൊള്ളുന്നവയാണ്. സോഫ്റ്റ് സിസ്റ്റങ്ങൾ മാനവ ഇടപെടലുകളും വികാരാത്മക ആശയവിനിമയങ്ങളും ഉൾക്കൊള്ളുന്നു. എന്നാൽ ഇൻഫർമേഷൻ സിസ്റ്റങ്ങൾ ഡാറ്റ അടിസ്ഥാനമാക്കിയുള്ള വിലയിരുത്തലുകൾ നടത്താൻ സഹായിക്കുന്നവയാണ്. ഈ സിസ്റ്റങ്ങൾ സമ്പത്തെ കൂടുതൽ പ്രൊഫഷണലും പ്രവർത്തനക്ഷമവുമാക്കുന്നു. ഓരോ പ്രവർത്തനവും ചട്ടപ്രകാരം ഓട്ടോമേറ്റ് ചെയ്യുമ്പോൾ സമീപകന്റെ സാന്നിധ്യത്തിന്റെയും ഇടപെടലിന്റെയും ആവശ്യം കുറയുകയും ക്ലയന്റുകൾക്ക് കൃത്യവും സ്റ്റാൻഡേർഡ് സേവനങ്ങൾ ലഭ്യമാകുകയും ചെയ്യും. ഇത് സംരംഭത്തിന്റെ പ്രവർത്തന മികവ് ഉയർത്തുകയും സവിശേഷമായ ഒരു ബ്രാൻഡ് അനുഭവം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഗെർബർ സിസ്റ്റങ്ങൾ സൃഷ്ടിക്കാൻ മക്ഡൊണാൾഡ്സ് പോലുള്ള വലിയ സംരംഭങ്ങളുടെ മാതൃകകൾ കൈകൊണ്ടാണ് ഈ അധ്യായം വിശദീകരിക്കുന്നത്. ഉപഭോക്താക്കൾക്ക് ഒരേ നിലവാരമുള്ള സേവനം നൽകുന്നതിനും മികച്ച പ്രവർത്തന ഫലങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഇവ അനിവാര്യമാണെന്ന് അദ്ദേഹം പറയുന്നു. ചുരുക്കത്തിൽ, എന്നത് ഒരു സംരംഭം അതിന്റെ ലാഭകരമായ വളർച്ച ഉറപ്പാക്കുന്നതിനായി സിസ്റ്റമാറ്റിക് ആയി പ്രവർത്തിക്കാൻ പഠിപ്പിക്കുന്ന ഒരു മാർഗരേഖയാണ്. ചാപ്റ്റർ 17 എ ലെറ്റർ ടു സാര എന്നത് പുസ്തകത്തിൽ കൂടുതൽ വ്യക്തിപ്പെടുത്തുന്ന ഒരു അധ്യായമാണ്. കാരണം ഇത് വ്യക്തിപരമായ ഒരു കത്തി എന്ന രചനാത്മക രീതിയിലൂടെ ഗെർബർ തന്റെ സന്ദേശം കൈമാറുന്നു. സാര എന്ന ഒരു വ്യവസായ ഉടമയ്ക്കുള്ള ഈ കത്തിൽ ബിസിനസ് നിർമ്മാണത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ വിശദീകരിക്കുകയാണ് അദ്ദേഹം. ഗെർബർ സാരയെ ഒരു വ്യക്തിയായി അല്ലെങ്കിൽ പ്രതിനിധിയായി ഉപയോഗിക്കുന്നു. ബിസിനസ് ഉടമയുടെ പ്രതിനിധാനമാണ് സാര. ഇവിടെയുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ സാധാരണ വ്യക്തികൾ അനുഭവിക്കുന്നതുമായി സാമ്യമുള്ളവയാണ്. അതായത്, പലരുടെയും ബിസിനസ് ജീവിതത്തിലെ ചിന്താഗതികളിൽ കടുത്ത പൊരുത്തക്കേടുകൾ ഉണ്ടാകുന്നു. അതിന്റെ ഫലമായി അവർ കടുത്ത അപ്രമാദവും ഭ്രാന്തവും അനുഭവിക്കുന്നു. സാരയെ കാണുന്ന ദൃശ്യം ഗെർബർ വളരെ വ്യക്തമായി വരച്ചുകാട്ടുന്നു. ഒരു വ്യക്തി പ്രവർത്തനത്തിന്റെ ഉത്സാഹത്തിൽ ബിസിനസ് ആരംഭിക്കുന്നു, പക്ഷേ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ തങ്ങളെ തന്നെ മുഴുവനായും മുഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നില്ല. അവർ പൂർണ്ണമായും അവരുടെ ജീവനത്തിന്റെ ടെക്നീഷ്യൻ ആയി മാറുന്നു. ഇതാണ് പല ബിസിനസ്സുകൾ ദീർഘകാലം വിജയിക്കാതെ കഴിയുന്ന പ്രധാന കാരണം. ഗെർബർ സാരയോട് വളരെ വ്യക്തതയോടും വിനയത്തോടും കൂടിയാണ് സംസാരിക്കുന്നത്.
അവരോട് ബിസിനസ് വെറും ജോലിയല്ല, ഒരു സിസ്റ്റമായാണ് കാണേണ്ടതെന്ന് പറയുന്നു. ഒരു ബിസിനസ് സവിശേഷതകളിൽ വ്യക്തമായ പ്രവർത്തന സംവിധാനം ഉണ്ടാകണം. അത് മുടക്കമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയണം, ഉടമയില്ലാതായാലും. ഈ കത്തിന്റെ അന്തർജനത്തിൽ ഗർബർ സാരയോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങളുടെ ജീവനിൽ പൂർണ്ണമായും ലയിപ്പിക്കുന്ന പിശകുകൾ ഒഴിവാക്കണം. ഒരു ദീർഘകാല വീക്ഷണത്തോടെ നിങ്ങളുടെ പ്രാഥമികമായ ലക്ഷ്യങ്ങൾ സുസ്ഥിരമായി നിർമ്മിക്കണം. സിസ്റ്റമാറ്റിക് തത്വങ്ങൾ, പ്രവർത്തന സൃഷ്ടികൾ, ഉറച്ച ബിസിനസ് മോഡലുകൾ എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ് സാരയ്ക്ക് നൽകിയ മാർഗനിർദ്ദേശം. 18-ാമത്തെ അധ്യായം, ബ്രിങ്ങിങ് ദ ഡ്രീം ബാക്ക് ടു അമേരിക്കൻ സ്മോൾ ബിസിനസ്, ചെറുകിട വ്യവസായങ്ങൾ എങ്ങനെയാണ് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ച് ഗഹനമായി വിലയിരുത്തുന്നു. ഇക്കാലത്ത് ചെറുകിട വ്യവസായങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നം ഇത് ഒരു സംരംഭകത്തിന്റെ സ്വപ്നം എന്ന നിലയിൽ തുടക്കം കുറിക്കുന്നുവെങ്കിലും അത് പതിയാതെ ദിവസേന വിശ്രമമില്ലാത്ത തൊഴിൽ നിരീക്ഷണത്തിലേക്ക് വർക്ക് ട്രെഡ്മിൽ മാറ്റപ്പെടുകയാണ്. സ്ഥാപകർ ആധികാരികമായി സംരംഭകത്വത്തിന്റെ മൂലസിദ്ധാന്തങ്ങൾ മറക്കുന്ന സംഭവമാണ് പ്രധാനമായും ഗർബർ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ചെറുകിട വ്യവസായം വിജയകരമാക്കാനുള്ള മാർഗമായി ഗർബർ ഫ്രാഞ്ചൈസ് പ്രമാണം, ഫ്രാഞ്ചൈസ് പ്രോട്ടോടൈപ്പ് എന്ന ആശയം അവതരിപ്പിക്കുന്നു. ഒരു പ്രക്രിയാധിഷ്ഠിത രീതിയിലൂടെയാണ് ചെറുകിട സംരംഭം സൃഷ്ടിപരതയെ അതിജീവിക്കേണ്ടതെന്നും സംരംഭം സ്ഥാപകന്റെ ഉപസ്ഥിതിക്ക് പുറമേ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള കഴിവ് നേടണമെന്നുമാണ് ഗർബർ വാദിക്കുന്നത്. സിസ്റ്റം, പ്രക്രിയ, മാനേജ്മെന്റ് മോഡൽ എന്നിവയിലേക്ക് ഫോക്കസ് ചെയ്താൽ മാത്രം സംരംഭം സ്ഥിരതയും ദീർഘകാല വിജയവും നേടാൻ കഴിയും. അധ്യായത്തിൽ ഗ്രന്ഥകാരൻ സംരംഭകർക്ക് അവരുടെ വൈഷമ്യങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിന് സുതാര്യമായ മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നു. ഇത് ആദ്യമായൊരു സംരംഭകനെ വെറും ടെക്നീഷ്യൻ അഥവാ തൊഴിലാളിയിൽ നിന്ന് സ്ട്രാറ്റജിസ്റ്റ് അഥവാ തന്ത്രജ്ഞനായി ഉയർത്തുന്നതാണ് ലക്ഷ്യം. ഈ സമഗ്രമായ പ്രക്രിയയിൽ വ്യവസായത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ വ്യക്തമായ പ്രോട്ടോക്കോളുകളിലാക്കുക, എല്ലാ ചുവടുപടികളെയും രേഖപ്പെടുത്തുക. ഓരോ തരം പ്രവർത്തനത്തിനും പ്രചോദനം നൽകുന്ന ടീം മാനേജ്മെന്റ് മാനുവൽ ഒരുക്കുക തുടങ്ങിയ കൃത്യമായ നിർദ്ദേശങ്ങൾ ഗർബർ നൽകുന്നു. സ്വപ്നം തിരിച്ചുപിടിക്കാനാകുന്നത് ഓരോ ചെറുകിട സംഭവവും ഇതിലേക്കാണ് മികവുറ്റതായ വളർച്ച കൈവരിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. ചാപ്റ്റർ 19 എപ്പിലോഗ്, ടേക്കിംഗ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന ഈ അവസാന ഭാഗത്തിൽ മച്ചേലി ജെർബർ മലയാളത്തിൽ ചെറുകിട വ്യാപാരങ്ങളിൽ സാധാരണയായി സംഭവിക്കുന്ന പിഴവുകളും അവയെ മാറ്റിച്ചലിപ്പിക്കാൻ എങ്ങനെ ശ്രമിക്കണമെന്ന് വിശദീകരിക്കുന്നു. ഇത് വ്യാപാരത്തിനുള്ള ദർശനത്തെ കണ്ടെത്തുകയും ഒരു വ്യക്തി അതിനെ എങ്ങനെ തുടക്കമിട്ട് തുടങ്ങണമെന്ന് പരാമർശിക്കുന്നു. യായേഷനെ ചെറിയ ബിസിനസ്സുകൾ എങ്ങനെ ശ്രദ്ധയോടെ നിർമ്മിക്കണം എന്നത് മാത്രമല്ല, അവയുടെ വളർച്ചയ്ക്കായി ഏകീകരിതമായ ഒരു ദർശനം ഉണ്ടാക്കാനുള്ള പ്രാധാന്യവും വിലയിരുത്തുന്നു. യനേഷുവെ യാഥാർത്ഥ്യത്തിൽ ഏതെങ്കിലും ബിസിനസ് ആരംഭിക്കുന്നത് ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന നടപടിയാണെന്ന് നമുക്ക് ഓർക്കണം. അതിനാൽ ആദ്യ പടിയെടുക്കുക എന്നത് തങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള പ്രചോദനമായിരിക്കണം. അദ്ദേഹം വ്യവസായത്തിന്റെ ആന്തരിക ഘടകങ്ങളെ വിലയിരുത്തുന്നതിനും അവരുടെ ദർശനത്തിന് സുസ്ഥിരമായ അടിസ്ഥാനങ്ങൾ സ്ഥാപിക്കുന്നതിനും പ്രാധാന്യം നൽകുന്നു. ഈ ദർശനം വ്യക്തിക്ക് മാത്രമല്ല, അവരുടെ ഉപഭോക്താക്കൾക്കും ജീവനക്കാർക്കും വലിയ പ്രാധാന്യം ഉണ്ടാക്കുന്നു. യാൻഷനെ ഈ എപ്പിലോഗിൽ എല്ലാ ചെറിയ ബിസിനസ്സുകാരനും വ്യവസായത്തിനെതിരെ സമീപനം, കഠിനാധ്വാനം, ആഗ്രഹം എന്നിവയുടെയൊക്കെ അടിസ്ഥാനം കൊടുക്കുന്നു. വ്യക്തികൾ അവരുടെ വ്യവസായങ്ങൾ ഉയർത്താൻ ശ്രമിക്കുമ്പോൾ അവർ ഒരു സംവിധാനത്തിലൂടെ ആകാംക്ഷയോടെയും ഭാവിയിൽ കാണുന്ന ദൃശ്യങ്ങളോടെ മുന്നോട്ട് നീങ്ങാൻ സാധിക്കും. അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി നിശ്ചിതമായ പ്രവർത്തനങ്ങൾ കൈക്കൊള്ളേണ്ടതിന്റെ പ്രാധാന്യം അവർ വീണ്ടും ആവിഷ്കരിക്കുന്നു. അവരുടെ ദർശനം നേടുന്നതിന് ചെറിയ ബിസിനസ്സുകാരൻ കൂടുതൽ പരിശീലനം, ഗ്രഹണശേഷി, മനോഭാവം എന്നിവയെ പ്രയോജനപ്പെടുത്തണം. ഗണേശനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ബിസിനസ് നടത്തുന്ന പ്രാധാന്യവും അതിന്റെ പൂർണ്ണമായ സമാധാനവുമാണ് ഈ തലത്തിൽ. വിജയകരമായ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിനും അത് നിലനിർത്തുന്നതിനും ആവശ്യമായ അനേകം ഘടകങ്ങൾ ഒരുമിച്ചിട്ടുള്ളതാണ്. ദി എമിത്ത് റിവിസിറ്റഡ് എന്ന പുസ്തകത്തിന്റെ സംഗ്രഹമായ അന്തിമ നിബന്ധനയിൽ മൈക്കൽ ജെർബർ ഈ വർഷങ്ങളിലെ ചെറിയ ബിസിനസ്സുകളുടെ പരാജയത്തിന്റെയും വിജയത്തിന്റെയും അടിസ്ഥാന കാരണം വ്യക്തമാക്കുന്നു. ബിസിനസ് ഉടമകൾക്ക് പലപ്പോഴും അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ പകുതിയോളം ശ്രദ്ധ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ സാങ്കേതികമായ രീതികൾ, വിപണന മേഖലകൾ, മാനവശേഷി എന്നിവയെക്കുറിച്ചുള്ള അവഗണന ഇവരുടെ വിജയത്തിനും അവയവങ്ങളെയും ബാധിക്കുന്നു. അദ്ദേഹം നിർദ്ദേശിക്കുന്നതുപോലെ ഒരു സാധാരണ ശൈലിയിൽ നിന്നുള്ള മാറ്റം ഉണ്ടാക്കാൻ ബിസിനസ് സൃഷ്ടിക്കാൻ താൽപ്പര്യപ്പെടുന്നവർക്കും യഥാർത്ഥത്തിൽ വിജയിക്കേണ്ടതിന്റെ ആവശ്യങ്ങൾക്കും ഭേദഗതി വരുത്തണം. അവൻ വ്യവസായ പ്രക്രിയ എന്ന ആശയം അവതരിപ്പിച്ച് ഓരോ ബിസിനസ് ഉടമയും അവരുടെ ബിസിനസ് അവരുടെ കഴിവുകൾ, ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ എന്നിവയിൽ ആസ്പദമാക്കി ഗണ്യമായ രീതിയിലുള്ള ഒരു യന്ത്രമായി രൂപപ്പെടുത്തണം എന്നും പ്രമേയം. ചെറിയ ബിസിനസ്സുകൾ പരാജയപ്പെടുന്നതിന്റെ പ്രധാന കാരണം
ഉടമകൾക്ക് അവരുടെ ബിസിനസ്സിന്റെ സാങ്കേതികമായ ഭാഗങ്ങളോട് എങ്ങനെ ഇടപെടണമെന്ന് അറിയില്ല. അതിനാൽ ഒരു വിജയകരമായ ബിസിനസ് നിർമ്മിക്കാൻ നിങ്ങളെ പ്രതിനിധീകരിക്കുന്ന പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കുക എന്നിവയെക്കുറിച്ചുള്ള മനോഭാവത്തിൽ മാറ്റം വരുത്തേണ്ടതാണ്. ജെർബർ ബിസിനസ് ഉടമകളെ അവരുടെ സംരംഭങ്ങൾക്കായി പ്രക്രിയ മുഖാന്തിരം നിർമ്മിക്കാൻ പ്രചോദിപ്പിക്കുന്നു. അവരുടെ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നു, അതുവഴി വിജയത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. ഇതുവഴി മൈക്കൽ ജെർബർ തെളിയിക്കുന്നു, ബിസിനസ് ഒരു കൺസ്യൂമർ മൈൻഡ് സെറ്റ് ഓഫ് സേവനമാണ്, ഇത് അതിന്റെ വിജയത്തെ ശക്തിപ്പെടുത്തും. പുസ്തകം ചെറിയ ബിസിനസ്സുകൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത്യന്തം പ്രധാനം നൽകുന്ന ഒരു മാർഗനിർദ്ദേശമായി മാറുന്നു.